ജനപ്രിയ സിനിമകൾ എന്ന പേരിൽ പുറത്തിറങ്ങുന്ന ചില സിനിമകൾ മൂല്യബോധത്തെ തന്നെ തകർത്തു കളയുന്നുണ്ട്. അത്തരം സിനിമാ ധാരണകളെ പൊളിച്ചെഴുതാനും അപനിർമ്മിക്കാനും ശ്രമിച്ച ചലച്ചിത്രകാരനായിരുന്നു ശ്രീനിവാസൻ. സിനിമയുമായി ബന്ധപ്പെടുന്ന കലാകാരന്മാർ സമൂഹത്തിലെ പ്രശ്നങ്ങളോടും രാഷ്ട്രീയത്തോടുമൊക്കെ പുറംതിരിഞ്ഞു നിൽക്കണമെന്ന അഭിപ്രായക്കാരനുമല്ല ശ്രീനിവാസൻ. സിനിമയ്ക്കകത്തും പുറത്തുമുള്ള അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്ന സിനിമാ ലോകത്തെ വ്യത്യസ്തനായ ശ്രീനിവാസൻ തന്റെ ജീവിതത്തിന്റെ ആദ്യകാലത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: മറ്റുള്ളവരുടേതുപോലെ സാധാരണമായ ബാല്യമായിരുന്നു എൻ്റേതും. കണ്ണൂർ ജില്ലയിലെ പാട്യം തീർത്തും സാധാരണമായ ഗ്രാമമാണ്. മധ്യവർഗവും അതിനും താഴെത്തട്ടിലുള്ളവരാണ് ഭൂരിഭാഗവും. മലബാറുകാർ അനുഭവിക്കുന്ന അവസരമില്ലായ്മ, വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ പരിമിതി ഇവയൊക്കെ എന്നെയും ബാധിച്ചിരുന്നു. അധ്യാപകനായിട്ട് പോലും അച്ഛൻ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്നെ വളർത്താനാണ് ശ്രമിച്ചത്. സ്വന്തം ഇഷ്ടങ്ങളുമായി മുന്നോട്ട് പോകാൻ ശ്രമിച്ചപ്പോഴൊക്കെ അദ്ദേഹം കടിഞ്ഞാനിട്ട് നിർത്താൻ ശ്രമിച്ചു. അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്നു. സ്വാഭാവികമായും നാടിന്റെയും വീടിന്റെയും സ്വാധീനം എന്നെയും കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാക്കി. കുട്ടിക്കാലത്ത് തന്നെ സ്പോർട്സിലും എഴുത്തിലുമൊക്കെ കമ്പമുണ്ടായി. അതിന് പ്രധാന കാരണം വായനയാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഡിറ്റക്റ്റീവ് നോവലിലാണ് വായന ആരംഭിച്ചത്. വീട്ടിലുള്ളവർ പഠനമായാണ് വായനയെ കണ്ടത്. വൈകാതെ അച്ഛൻ പിടിച്ചു. അച്ഛൻ എന്നെ ഉപദേശിച്ചു. SK പൊറ്റക്കാടിന്റെ യാത്രാവിവരണങ്ങൾ വായിക്കണം. അത് ഞാൻ അനുസരിച്ചു. ബഷീർ, തകഴി, ഉറൂബ്, MT, വിലാസിനി, OV വിജയൻ തുടങ്ങിയവരുടെ പുസ്തകങ്ങൾ, റഷ്യൻ ക്ലാസിക്കുകളുടെയും ബംഗാളി സാഹിത്യത്തിന്റെയും പരിഭാഷകൾ തുടങ്ങി കയ്യിൽ കിട്ടിയ പുസ്തകങ്ങളെല്ലാം വായിച്ചു. വീട്ടിലെ പ്രശ്നങ്ങൾക്കുള്ള ആശ്വാസമായാണ് അന്ന് വായനയെ കണ്ടത്. വലിയ ദേഷ്യക്കാരനായിരുന്നു അച്ഛൻ. സങ്കല്പത്തിലെ മക്കളെ സൃഷ്ടിക്കാനുള്ള പോംവഴിയായി അച്ഛൻ കണ്ടിരുന്നത് അടിയാണ് എന്ന് തോന്നിയിട്ടുണ്ട്. അച്ഛൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് അദ്ദേഹം നല്ലൊരു അധ്യാപകനാണ്. പുത്തൻ കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും ഉണ്ടാക്കാനുള്ള അന്തരീക്ഷം വീട്ടിലുണ്ടായിരുന്നില്ല. മധ്യസ്ഥതകളും കേസുകളും മറ്റു പ്രശ്നങ്ങളുമായി അച്ഛൻ അദ്ദേഹത്തിൻ്റെതായ ലോകത്താണ് ജീവിച്ചത്. അച്ഛൻ തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഒരിക്കൽ അച്ഛൻ്റെ കൂടെ തോട്ടുവരമ്പിലൂടെ നടന്നു പോവുകയാണ്. പുല്ലഞ്ചേരി ഇല്ലത്തെ നമ്പൂതിരി എതിരെ നടന്നു വരുന്നു. അച്ഛനെ കണ്ടപ്പോൾ നമ്പൂതിരി ആ വഴിയിൽ നിന്ന് മാറി പാടവരമ്പിലേക്ക് ഇറങ്ങി അകന്നു നടക്കാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ നമ്പൂതിരി കേൾക്കാനായി ഉറക്കെ വിളിച്ചു പറഞ്ഞു: അങ്ങനെ വേണം, ഞങ്ങൾ കുറെ മാറി നടന്നതല്ലേ, ഇനി നിങ്ങളായിക്കോ. ജന്മിമാരായ നമ്പൂതിരിമാർ കാണിച്ച ക്രൂരതയോടും അടിച്ചമർത്തൽ മനോഭാവത്തോടുമുള്ള വെറുപ്പും അമർഷവും പ്രതിഷേധവും അന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി അച്ഛൻ്റെ അധ്യാപക ജോലി നഷ്ടപ്പെട്ടു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ ജോലി തിരിച്ചു കിട്ടി. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ എൻ്റെ കലാപരമായ കഴിവുകൾ സ്കൂളിലും നാട്ടിലുമൊക്കെ അംഗീകരിക്കപ്പെട്ടു. പഠനത്തിൽ വളരെ മോശമാണെന്ന മിക്കവരുടെയും ധാരണ തകർത്തുകൊണ്ട് 40 പേരുള്ള ക്ലാസ്സിൽ SSLC ജയിച്ച 6 പേരിൽ ഞാനും ഉണ്ടായിരുന്നു. കോളേജ് വിദ്യാഭ്യാസം മട്ടന്നൂർ പഴശ്ശിരാജ NSSൽ. കൂത്തുപറമ്പിൽ നിന്ന് മട്ടന്നൂരിലേക്കുള്ള യാത്രാപ്പടി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ താമസം മട്ടന്നൂരിലെ അമ്മയുടെ വീട്ടിലേക്ക് മാറ്റി. പ്രീ ഡിഗ്രി പഠനകാലത്ത് കോളേജ് നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നു. വൈരൂപ്യങ്ങൾ എന്ന നാടകമാണ് ആദ്യമായി അവതരിപ്പിച്ചത്. സലാം കാരശ്ശേരിയുടെ രചന. നാടകാഭിനയത്തിൽ മുൻപരിചയമുള്ള എന്നെ നാടകം സംവിധാനം ചെയ്ത അധ്യാപകൻ CG നായർ തെരഞ്ഞെടുത്തു. ആ വർഷത്തെ മികച്ച നടനുള്ള സമ്മാനം എനിക്ക് കിട്ടി. അതിനിടയിൽ പ്രീ ഡിഗ്രി പരീക്ഷ. 80ഓളം പേരിൽ നിന്ന് ജയിച്ച 8 പേരിൽ ഞാനും ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ കയറാതെ ഞാൻ ജയിച്ചത് അധ്യാപകർക്ക് പോലും അത്ഭുതമായി. പ്രീ ഡിഗ്രി ജയിച്ചതോടെ വീട്ടുകാർക്ക് എന്നോടുള്ള സമീപനത്തിൽ മാറ്റം വന്നു. മട്ടന്നൂർ കോളേജിലെ 5 വർഷം ജീവിതത്തിലെ സുപ്രധാനമായ കാലഘട്ടമായിരുന്നു. അഭിനയവാസനയോട് അച്ഛൻ ആദ്യം മുതലേ പുച്ഛമായിരുന്നു. നാടകങ്ങളിൽ നശിക്കാനുള്ള വഴിയാണെന്നാണ് അച്ഛൻ്റെ പക്ഷം. എന്നാൽ അച്ഛനെ ഞെട്ടിച്ച സംഭവം ആയിടയ്ക്കുണ്ടായി. എനിക്ക് യൂണിവേഴ്സിറ്റി സോണൽ മത്സരത്തിൽ മികച്ച നടനുള്ള സമ്മാനം കിട്ടി. പത്രങ്ങളിൽ 1ാം പേജിൽ തന്നെ ചിത്രവും വാർത്തയും വന്നു. അച്ഛൻ അത്ഭുതത്തോടെയാണ് വാർത്ത കണ്ടത്. കോളേജ് പഠനത്തിന് ശേഷമാണ് ചെന്നൈയിൽ അഭിനയം പഠിക്കാൻ പോയത്.